ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. തൃത്താല മണ്ഡലത്തിൽ ജലസംരക്ഷണ മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടായതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. തൃത്താല നിയോജക മണ്ഡലത്തിലെ വെള്ളിയാങ്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ രണ്ടാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വെള്ളിയാങ്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇതിൻ്റെ ഭാഗമാകാനും അതോടൊപ്പം ഈ ചടങ്ങിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം 1998 നിർമ്മാണം ആരംഭിച്ച് 2007 കമ്മീഷൻ ചെയ്ത ഒരു ബഹുമുഖ പദ്ധതിയാണ്. ഇത് പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിൽ ഇറിഗേഷനും അതോടൊപ്പം കുടിവെള്ളത്തിനും വലിയ രീതിയിലുള്ള സംഭാവന ചെയ്യാൻ കഴിഞ്ഞ ഒരു പദ്ധതിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഏകദേശം 295 മീറ്റർ നീളമുള്ള ഈ റെഗുലേറ്റർ തൃത്താല മേഖലയിലെ ഏകദേശം 4000-ഓളം ഹെക്ടർ സ്ഥലത്ത് 9 ലിഫ്റ്റ് ഇറിഗേഷൻ പ്രവർത്തനങ്ങളിലൂടെ ജലസേചന സൗകര്യം ഉറപ്പുവരുത്തുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാർഷിക മേഖലയ്ക്ക് അതിലൂടെ ലഭിക്കുന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് വലിയ രീതിയിൽ സന്തോഷം പ്രദാനം ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇതിലൂടെ തന്നെ ജലസേചന സൗകര്യം പോലെ തന്നെയാണ് കുടിവെള്ളത്തിനുള്ള സോഴ്സും ഇതിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് ലഭിക്കുന്നു. തീർച്ചയായിട്ടും 2018-19 പ്രളയ കാലഘട്ടത്തിലാണ് ഇതിൻ്റെ സ്ട്രക്ചറിൻ്റെ കാര്യമായ തകരാറുകൾ പറ്റിയതിനെ തുടർന്ന് ഇതിൻ്റെ മെയിൻ്റനൻസൊക്കെ NIT അതിൻ്റെ വിദഗ്ധ ഉപദേശത്തോടു കൂടി പ്രവർത്തികൾ ആരംഭിച്ച് 2022 ഇത് വിജയകരമായി പൂർത്തീകരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ റെഗുലേറ്ററിൻ്റെ പൂർണ്ണമായ സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയത്തക്ക വിധത്തിലുള്ള രണ്ടാം ഘട്ട പ്രവർത്തികൾ 33.40 രൂപയ്ക്ക് ഭരണാനുമതി കൊടുത്ത്, ഫിനാൻസ് സെക്ഷൻ കൊടുത്ത്, ടെക്നിക്കൽ സെക്ഷൻ കൊടുത്ത് വർക്ക് ആരംഭിക്കുന്നു എന്നുള്ളത് ഇത് വളരെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. ഈ പ്രവർത്തികളുടെ പൂർത്തിയാകുന്നതോടുകൂടി വലിയ തോതിൽ ഈ സ്ട്രക്ചറിൻ്റെ പ്രവർത്തികൾ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നൊരു അന്തരീക്ഷം രൂപപ്പെടുകയാണ്. മാത്രമല്ല, അവിടുത്തെ കുടിവെള്ളത്തിനും കൂടെ പ്രാധാന്യം അറിയിക്കുന്നൊരു പദ്ധതിയാണ്. തൃത്താലയിലെ കുടിവെള്ള പദ്ധതിയും പ്രശ്നവുമെല്ലാം പ്രിയപ്പെട്ട ഞങ്ങളുടെ MLA കൂടിയായ മന്ത്രി ശ്രീ രാജേഷ് എന്നും എപ്പോഴും ചർച്ചാ വിഷയമാക്കുകയും നിരവധി മീറ്റിങ്ങുകൾ നടത്തുകയും അദ്ദേഹത്തിൻ്റെ കഴിവിനും ഡിപ്പാർട്ട്മെൻറ്റിനെ സഹകരിപ്പിച്ചുകൊണ്ടും ഏത് തലത്തിലാണോ നിർവഹിക്കപ്പെടാൻ കഴിയുന്നത് അതെല്ലാം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ ഞാൻ പ്രത്യേകമായി മന്ത്രിയെ അഭിനന്ദിക്കാൻ കൂടി അവസരം വിനിയോഗിക്കുക. തൃത്താല നിയോജക മണ്ഡലത്തിലെ ജലജീവ മിഷൻ്റെ പദ്ധതിയുടെ ഭാഗമായി തന്നെ ഏകദേശം 311.58 കോടി രൂപയുടെ പ്രവർത്തികൾ ആ നിയോജക മണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. ഏതാണ്ട് 8 പഞ്ചായത്തുകളിലായി ആ നിലയിലുള്ള പ്രവർത്തികൾ പുരോഗമിച്ചു വരുന്നുണ്ട്. എന്നാൽ അതെല്ലാം വളരെ കൃത്യതയോടുകൂടി പെട്ടെന്ന് നടപ്പിലാക്കുന്നതിനുള്ള ശ്രമങ്ങളും തുടർന്നു വരുന്നുണ്ട്. ഈ പദ്ധതി എല്ലാം പൂർത്തീകരിക്കാൻ കഴിയുന്നതോടുകൂടി സമ്പൂർണ്ണമായും കുടിവെള്ളം എത്തിക്കാൻ കഴിയുന്നൊരു സ്ഥിതിവിശേഷം തൃത്താലയിൽ രൂപപ്പെടും. ഇതിനെല്ലാം നേതൃത്വപരമായ പങ്കാളിത്തം ഏറ്റെടുത്ത പ്രിയപ്പെട്ട ശ്രീ MP രാജേഷിനെയും അതോടൊപ്പം ത്രിതല പഞ്ചായത്ത് ഭാരവാഹികളെല്ലാം പ്രത്യേകമായി ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു. 33.40 കോടി രൂപ വിനിയോഗിച്ചാണ് വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജ് പുനർനിർമ്മിക്കുന്നത്. പട്ടാമ്പി താലൂക്കിലെ 9 ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിലൂടെ 3997 ഹെക്ടർ പ്രദേശത്തേക്ക് വെള്ളമെത്തിക്കുകയും പാലക്കാട്, തൃശൂർ ജില്ലകളിലെ 25 പഞ്ചായത്തുകൾക്കും 4 നഗരസഭകൾക്കും കുടിവെള്ളം ഉറപ്പാക്കുകയുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഗതാഗത സൗകര്യം, ടൂറിസം, മത്സ്യകൃഷി എന്നിവയ്ക്കും പദ്ധതി സഹായകരമാണ്. ഭാരതപ്പുഴയിൽ ആനക്കര, തൃത്താല പഞ്ചായത്തുകളിലായി 3 പദ്ധതികൾ, കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ്, കൂട്ടക്കടവ് റെഗുലേറ്റർ, ഇപ്പോ വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ പുനരുദ്ധാരണം, 3നും കൂടി ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ സംസ്ഥാന ഗവൺമെന്റ് വിവിധ ഫണ്ടുകളായിട്ട് അനുവദിച്ചത് 186.40 കോടി രൂപയാണ്. ഈ ദൂരം വെള്ളിയാങ്കല്ല് മുതൽ ആനക്കര പഞ്ചായത്തിലെ കാങ്കപ്പുഴ വരെയുള്ള ദൂരത്തിൽ 3 പദ്ധതികൾ. അതിൽ ഏറ്റവും വലിയ പദ്ധതി കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജാണ്. 118 കോടിയുടെ പദ്ധതി പൂർത്തിയായി കഴിഞ്ഞു. നടക്കുന്നല്ല, പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പൊ അതിന്റെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി അവസാനത്തോടുകൂടി അപ്രോച്ച് റോഡ് പൂർത്തിയാക്കി അത് തുറന്നു കൊടുക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടുകൂടി കുറ്റിപ്പുറത്തേക്ക് 10 മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാൻ പറ്റുന്ന സൗകര്യമായി. ഭാരതപ്പുഴയിലാണെങ്കിൽ വെള്ളം നമുക്ക് സംഭരിച്ചു നിർത്താൻ കഴിയും. ആ പ്രദേശത്ത് വലിയ തിരിച്ചറിയാൻ പറ്റാത്ത മാറ്റമാണ് അതുണ്ടാക്കിയിട്ടുള്ളത്.
ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി എം പി രാജേഷ് ശിലാസ്ഥാപനം നിർവഹിച്ചു. വെള്ളിയാങ്കൽ ഇറിഗേഷൻ പ്രൊജക്ട് ക്യാമ്പിൽ നടന്ന പരിപാടിയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P അരുൺ, ഇറിഗേഷൻ സെൻട്രൽ സർക്കിൾ സൂപ്രണ്ട് എഞ്ചിനീയർ ബിനു ബേബി തുടങ്ങിയവർ സംസാരിച്ചു. Time Kids Preschool, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. Dot View News. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.